മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. ഒരു ലൈവ് മ്യൂസിക് ആയിട്ട് ഒരു കുട്ടി കുറേ സമയമായിട്ട് നമ്മളെ പറയൂ. അപ്പോൾ ലൈവ് മ്യൂസിക്കിനായിട്ട് ആ കുട്ടിയെ നമ്മൾ വിളിക്കുകയാണ്. തീർച്ചയായിട്ടും സമയമായിട്ട് കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് പേര്? ശ്രേയ പ്രദീപ്. എവിടെയാണ്? പാലക്കാട്. നമ്മൾ കയറി അങ്ങോട്ട് പോകല്ലേ? പാലക്കാട് അല്ലേ? ആ, എത്ര വർഷമായി കലോത്സവം പങ്കെടുക്കുന്നത്? ഞാന് പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് LKG തൊട്ട് പഠിക്കാൻ. കലോത്സവത്തിന് ഒന്നാം ക്ലാസ് തൊട്ട് തുടങ്ങി. 1ാം ക്ലാസ് മുതൽ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അതെ, പാട്ട് പഠിക്കാൻ തുടങ്ങിയത് LKG 1ാം ക്ലാസ് തൊട്ട് കലോത്സവം സ്കൂളിലെ യുവജനോത്സവം ഉൾപ്പെടെ തൊട്ട് പഠിച്ച് സകലകല വല്ലഭയാണ്. ഏതൊക്കെ പാട്ടിൽ മാത്രമാണോ? പാട്ട് പിന്നെ ഫോക്ക് ഡാൻസ് മാത്രമേ ഞാൻ കളിച്ചിട്ടുള്ളൂ. ഡാൻസ് ആയിട്ട് പാട്ടിലാണ് അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടം പാട്ടാണ്. അമ്മ പാട്ട് പാടുവോ? അമ്മ കുഴപ്പമില്ല, നന്നായി പാടുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയെ വിളിക്കുമെന്നെടുത്ത് നീ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒപ്പിക്കുവാന്ന് എനിക്ക് തോന്നുന്നത്. പരിപാടി കുറച്ചു നേരം കൊണ്ട് കണ്ടോണ്ടിരിക്കുക. അപ്പൊ എല്ലാരും നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞ. നന്നായി പാടും. അങ്ങനെ പറയാം, ഉറപ്പിച്ചു നന്നായിട്ട് പാടും. നന്നായി പാടും. അങ്ങനെ പറഞ്ഞിട്ട് അമ്മയെ നമുക്ക് വിളിക്കണ്ടേ? മോളിലെ പാട്ട് ചെയ്യുമ്പോൾ അമ്മയും കൂടെ വന്നിട്ട് നിങ്ങൾ ഒരുമിച്ചൊരു പാട്ട് പാടും. അങ്ങനെയാണല്ലോ. അപ്പൊ എനിക്കറിയണ പാട്ട് അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്നാ അമ്മയ്ക്ക് അറിയാവുന്ന പാട്ട് അമ്മ പാട്ട്, മോക്ക് അറിയാവുന്ന മോള് പാട്ട്. അങ്ങനെയുണ്ട്. അമ്മയെ നിങ്ങൾ വിളിക്കാം. അമ്മ ഒന്ന് കയറി വരണം. അമ്മ ഒന്ന് വരണം. അവിടെ ക്യാമറ എടുക്കാൻ ആളുണ്ട്. അല്ലെ നമ്മൾ ക്യാമറ എടുത്തു. അമ്മ വരൂ. അല്ല, അമ്മ നന്നായിട്ട് പാട്ട് പാടും. അല്ല, ഒരു മിനിറ്റ് പറയട്ടെ അമ്മേ. അമ്മ ഇവിടെ പാട്ട് പാടാനും പാടില്ല. അപ്പൊ സമാധാനമായില്ലേ? അമ്മ നന്നായിട്ട് പാട്ട് പാടുമല്ലോ അമ്മ? ചെറുതായിട്ട്. അപ്പൊ ചെറുതായിട്ട് ആദ്യം അമ്മയുടെ ഒരു 4 ലൈൻ പാട്ടിന് കഴിഞ്ഞിട്ട് മോള് പാടുന്നുള്ളൂ. മകളുടെയും കൂടെ ആഗ്രഹം അത് കണ്ടുള്ളൂ. മകള് പറഞ്ഞു ധൈര്യമായിട്ട് പാടും. ഇവിടെ ആരുമില്ല, ഞങ്ങള് 2 ക്യാമറമാരേ ഉള്ളൂ. രണ്ടുപേരും കൂടെയാണോ? ഹെൽപ്പ് ചെയ്യാം. എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനന്ന് തൊട്ടപ്പോൾ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യാ, ചക്കര കൂടാണ് കണ്ടതയ്യാ. നന്നായിട്ട് പാടിക്കല്ലേ മോള് അമ്മയെ ഒന്ന് കൊണ്ട് പാട്ട് പഠിപ്പിച്ചല്ലേ. അപ്പൊ മോളെ ഏതാണ് പാട്ട് പാടുന്നത്? അമ്മ എവിടെ നിന്നോ? മോളെ ഏതാണ് പാട്ട് പാടുന്നത്? കാതോട് തീർച്ചയായിട്ടും. വിഷുപക്ഷി പോലെ കാതോടു കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി. വിഷുപക്ഷി പോലെ കാതോടു കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി. വിഷുപക്ഷി പോലെ. മഴ പെയ്ത പോലെ ഉണ്ടല്ലേ? അതെ, സൂപ്പറാണ് കേട്ടോ. എപ്പോഴും മോള് പാടുന്ന, എപ്പോഴും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന, ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ മോള് പാടുന്ന പാട്ട് എപ്പോഴും ഇഷ്ടം എന്ന് പറയുന്ന പാട്ട് ഏതാണ്? കുട്ടികള് ഇതാണ് ഞാൻ പണ്ടോട്ട് എൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ് പാടുന്ന പാട്ട് ഇതാണ്. മാസ്റ്റർ പീസ് ഇല്ലാത്ത ഒരു പാട്ട് ഏതാണ്? ഇനി മാസ്റ്റർ പീസിലേക്ക് കൊണ്ടാവുള്ള ഒരു പാട്ട്? ദൂരെ ദൂരെ സാഗരം. അല്ല, പഴയ അല്ലേ? പഴയ ഗാനങ്ങൾ ആളുകൾക്ക് ഇഷ്ടമുള്ള ഹിന്ദി പാട്ട് പാടാം. ഓക്കെ. चुरा लिया है तुमने जो दिल को, नजर नहीं चुराना सनम, बदल के मेरी तुम जिंदगानी, कहीं बदल न जाना सनम.
വരി ഓർമ്മയുള്ളൂ, 4 വരി പാടി. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പാട്ട് പാടണമല്ലോ. ദൂരെ ദൂരെ സാഗരോ. ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവേൽ പൊന്നാളം ഈറനാം നിലാവിൻ നിഴലും താനേ തെളിഞ്ഞ രാവും ഈറനാം നിലാവിൻ നിഴലും താനേ തെളിഞ്ഞ രാവും ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവേൽ പൊന്നാളം. സൂപ്പറാണ്. നല്ലൊരു കൈയടി കൊടുക്കുക. എന്താണ് നല്ലൊരു സൂപ്പർ ഗാനമാണ് മോളെ. എന്തായാലും ഇനിയും ഒത്തിരി പാട്ടുകൾ പാടണം, സിനിമയിലും പാടണം, ഒരു പിന്നണി ഗായികയായിട്ട് വളരണം എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന ഒരു ചാൻസിനുള്ള സിനിമാ മേഖലയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന നല്ലൊരു ഗായികയാണ്. തീർച്ചയായിട്ടും നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥനയുണ്ടാകും. നല്ല രീതിക്ക് ഇനിയും ഒത്തിരി പാട്ടുകൾ പാടുക കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അമ്മയ്ക്കും മോൾക്കും ഒത്തിരി താങ്ക്സ്. ഇനി നല്ലൊരു പെർഫോമൻസുമായിട്ട് ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ഇപ്പോൾ കഴിഞ്ഞ് വന്ന ടീമാണ്. ഒന്ന് കയറി വന്നിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാം. നമുക്ക് മാക്സിമം എനിക്ക് റോഡിൽ നിന്ന് ആളുകൾ നിൽക്കരുതെന്ന് പറഞ്ഞത് കുട്ടികൾക്ക് വരാം. പക്ഷേ റോഡ് ബ്ലോക്ക് ചെയ്തതിന് പോലീസ് ഒത്തിരി പറഞ്ഞു, പ്ലീസ് റോഡ് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കരുത്, നിങ്ങൾ അകത്തേക്ക് കയറിക്കണം. കുട്ടികളും കൂടി ഫ്രണ്ടിലേക്ക് കയറിക്കുക. നമ്മൾ ഒന്ന് അകത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്തല്ലോട്ടെ പ്ലീസ്. അത് വലിയ ബുദ്ധിമുട്ടാവും. നമുക്ക് കലോത്സവം നടത്തുന്നവർക്കും ബുദ്ധിമുട്ടാവും. പോലീസ് ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ കലോത്സവത്തിലെ ആളുകളെ കയറ്റുന്നത്. നിങ്ങൾ ഈ കാർപ്പറ്റേക്ക് നിങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യല്ലേ. ഞങ്ങൾ വീണ്ടും റോഡ് ബ്ലോക്ക് ചെയ്യലോട്ടോ. ഉറപ്പായിട്ടും നമുക്ക് മാക്സിമം ഉള്ള സ്ഥലങ്ങളിൽ കളിച്ചു പോകാം. ഏത് സ്കൂളാണ് നമ്മള്? വയനാട് അല്ലേ? എത്ര വർഷമായി കലോത്സവത്തൊക്കെ പങ്കെടുക്കുന്നു? 8th പങ്കെടുത്തി, പിന്നെ കോവിഡ് ആയതുകൊണ്ട് ബ്രേക്കായി. ഇപ്പോ പ്ലസ് ടു ആയപ്പോ. കഴിഞ്ഞ കോഴിക്കോടൊന്നും പങ്കെടുത്തില്ല? ഇല്ല, തിരുവാതിര ആയിരുന്നു. അപ്പോൾ അവന് കഴിഞ്ഞ പ്രാവശ്യം ഇഷ്യൂസ് ഉണ്ടായിരുന്നേ, അതുകൊണ്ട് അല്ലേ. ഈ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചിലവേറിയ ഐറ്റം എന്നാണ് പറയുന്നത്. നമുക്ക് ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയാണ് അല്ലേ. ഗ്രൂപ്പ് ഡാൻസിനാണ് കലോത്സവത്തിൽ ഏറ്റവും ചിലവേറിയ ഐറ്റമായി നമ്മളൊക്കെ പരിചയപ്പെട്ടിരിക്കുന്നത്. ഈ കോസ്റ്റ്യൂമൊക്കെ നല്ല വില വരുന്നുണ്ട്. എങ്ങനെയാണ്? അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. തൃശ്ശൂരുള്ള പ്രമോസാറാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് തരുന്നതല്ലേ. ഈ പറഞ്ഞതുപോലെ മാഷാരാണ് നമ്മുടെ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് അല്ലേ? സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടല്ലേ? നല്ല സപ്പോർട്ട്. നമ്മള് ഫസ്റ്റ് ഇയർ തുടങ്ങിയപ്പോ തന്നെ ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയിട്ടായിരുന്നു മുൻകൂർ ചെയ്തേ അല്ലേ. എത്ര ദിവസത്തെ പ്രാക്ടീസ് ഒക്കെയാണ് തരുന്നത്? 1 ഇയർ അപ്പൊ തൊട്ട് തുടങ്ങിയതാണ് പ്രാക്ടീസിന്റെ എല്ലാം. സബ് പോകണം, ജില്ല പോകണം അല്ലേ, അങ്ങനെ വേണം. അപ്പം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തല്ലേ. അതിനുള്ള സമയം ടീച്ചർമാർ വരും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർ ആരാണ്? അവിടെ പോകുമ്പോൾ ടീച്ചർ അടിച്ചു എന്ന് പറഞ്ഞല്ലോ, ടീച്ചറിന്റെ പേരുണ്ട്. എനിക്ക് ഉത്തരവാദിത്തമില്ല. 2 മിസ്സുമാർ ഒരേപോലെ അങ്ങനെ പറയണം, അതുകൊണ്ടാ പറഞ്ഞ അല്ലേ. രണ്ടുപേരും പ്രിൻസിപ്പൽ എങ്ങനെയാണ്? പ്രിൻസിപ്പലിനെക്കാട്ട് സപ്പോർട്ട് മിസ്സുമാരാണ്. പ്രിൻസിപ്പൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ഉണ്ട് കേട്ടോ. പ്രിൻസിപ്പൾ ഉണ്ട് അല്ല. പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ എപ്പോഴും പഠിക്കണം എന്നുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. കലയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകണം. നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തത് മിസ്സുമാരാണ്, എല്ലാ കാര്യത്തിനും വരാനും പോവാനല്ല അല്ലേ. നിങ്ങൾ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്ന്? നമ്മളെ ഗ്രൂപ്പ് ഡാൻസ് 7 പേര്. പിന്നെ വേറെ ഐറ്റം നിങ്ങളുടെ സ്കൂളിൽ ഐറ്റം ഇന്നല്ല വരുന്നല്ലേ. അപ്പൊ കുറേ ദിവസങ്ങളായിട്ട് ഉത്സവം പോലെയാണ് അവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? കൊല്ലം വന്നിട്ട് എങ്ങനെയുണ്ട്? കൊല്ലം ആദ്യമായിട്ടാ വരുന്നത്. അടിപൊളി, ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നമ്മുടെ അവിടെ ചൂടില്ലല്ലോ, ഇവിടെ ചൂടായതുകൊണ്ട്. വയനാട് നല്ല തണുപ്പല്ലേ. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനാ ഇഷ്ടം. നിങ്ങൾ കൂടെ വന്നപ്പോ ചൂടല്ലേ, ഭയങ്കര ചൂടാണ്. കലോത്സവം വന്നപ്പോ നല്ല ചൂടാണ് പകലൊക്കെ അല്ലേ. ഇപ്പോഴും നല്ല ചൂടാണല്ലേ. ഇവിടെ നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഐറ്റം ഉണ്ട് കേട്ടോ. മട്ടൺ ഫുഡൊക്കെ കിട്ടുന്ന, അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ഇവിടുന്ന്. ഞാൻ മേടിച്ചു തരില്ല കേട്ടോ. എല്ലാം കഴിച്ചിട്ടാ പോകുള്ളൂ. പിന്നെ കാഴ്ചകൾ ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. കൊല്ലം ബീച്ചിന് പ്രത്യേകത ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കൊല്ലം നല്ല സ്ഥലമാണ്. കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്നാണ് പഴഞ്ചൊല്ലുള്ളത്, കേട്ടിട്ടില്ലേ? അപ്പം കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്ന് വെച്ചാൽ കൊല്ലത്തിലെ ആളുകൾ നമ്മൾ സ്നേഹിച്ചാൽ മനസ്സ് നിറച്ച് സ്നേഹിക്കുന്ന കൊല്ലംകാരാണ്. ആ കൊല്ലത്ത് നമ്മൾ കലോത്സവം നടക്കുമ്പോൾ നമുക്കുള്ള അഭിമാനമാണ് ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കുള്ളത്. ഞാൻ കൊല്ലമല്ല, ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. പക്ഷെ കൊല്ലത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹം അത്രയുമാണ്. അപ്പോൾ നമുക്ക് ഡാൻസിലേക്ക് പോയാലോ? നമുക്ക് ഡാൻസിലേക്ക് പോകാം. അതോടൊപ്പം ഞാൻ വീണ്ടും പറയുന്നു, റോട്ടിൽ ആരും നിൽക്കില്ല, വണ്ടി ബ്ലോക്ക് ആക്കില്ല. ഡാൻസിലേക്ക് പോകാൻ മൈക്ക് ഓക്കെ അല്ലേ? പാട്ട് പ്ലേ ചെയ്തോ.